ശ്രീ റെജി ലൂക്കോസ്, ഇന്നത്തോട് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് എതിർപ്പില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അവർ നേരത്തെ എടുത്ത നിലപാട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചു. അതോടൊപ്പം തന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി. പക്ഷേ ഇപ്പോഴത്തെ ന്യായം അദ്ദേഹത്തിന് ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ലേ, നിയമസഭയിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ തടസ്സങ്ങളില്ല, സംരക്ഷണം ഒരുക്കേണ്ടത് സ്പീക്കറാണ്. എന്തൊരു അപഹാസ്യമായ നിലപാടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എടുത്തിരിക്കുന്നത്. തെളിവുകളടക്കം ഓരോ ദിവസങ്ങളായി ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വലിയ സ്ത്രീ വേട്ടക്കാരനെ കുറിച്ചുള്ള വിവരങ്ങൾ. അങ്ങനെ ഒരാൾക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA മാത്രമല്ല, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അടക്കം പ്രതിസ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ്. ഓരോ ദിവസവും കൂടുതൽ ആഴങ്ങളിലേക്ക് ആ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഒരേ സ്വരത്തിലാണ് സണ്ണി ജോസഫും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചത്. പങ്കെടുക്കുന്നതിൽ തടസ്സമില്ല, സംരക്ഷണം സ്പീക്കർ ഒരുക്കണം. എങ്ങനെ വിലയിരുത്തുന്നു നിലവിലെ സാഹചര്യത്തെ? തീർച്ചയായിട്ടും, അതായത് അസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടി രണ്ടായിട്ട് മനസ്സുകൊണ്ട് വിഭജിച്ചിരിക്കുന്നു. VD സതീശനെ പിന്തുണയ്ക്കുന്ന ഒരു ചെറിയ വിഭാഗവും സണ്ണി ജോസ് ഉൾപ്പെടെയുള്ള ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള ഒരു വിഭാഗവുമായിട്ട് മനസ്സുകൊണ്ട് ഈ പാർട്ടി അകന്നിരിക്കുന്നു രണ്ടായിട്ട്. അതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കി, ഇത്രയ്ക്കും വലിയൊരു പെൺപിടിയനെ, ഒരു പെൺ കേസുകാരനെ കേരളത്തിന്റെ ചരിത്രത്തിൽ, ഒരു ഇന്ത്യയിൽ തന്നെ ഒരു MLA ഈ രീതിയിലുള്ള ഒരു പീഡന പരാതിയിൽ തെളിവുകൾ സഹിതം ഈ രീതിയിലുള്ള ഒരു ഇമേജ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നിയമസഭയിലുള്ള ഒരു MLAക്കെതിരെ ഇങ്ങനെ വന്നിട്ടില്ല. അത് കേരളത്തിൽ നിന്ന്, അത് നമ്മുടെ നിർഭാഗ്യം. അങ്ങനെ ഒരു MLA ജനങ്ങളുടെ, പ്രത്യേകിച്ച് അവരുടെ വനിതാ വിങ്ങിന്റെ MLAമാര്, അവരുടെ ഘടകകക്ഷിയിലെ MLA, വനിതാ വിങ്ങിന്റെ മഹിളാ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം ഈ മനുഷ്യനെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നപ്പോൾ ഭയാനകമായ ഒരു സാഹചര്യത്തിലേക്ക് ജനങ്ങളുടെ അപ്രീതി നേടും എന്ന് ഭയന്നിട്ട് അവർ ഇയാളെ താൽക്കാലികമായിട്ട് സസ്പെൻഷനിൽ നിർത്തി. സസ്പെൻഷൻ നിർത്തുക മാത്രമല്ല, പ്രാഥമിക അംഗത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിവാക്കി താൽക്കാലികമായിട്ട്. നിയമസഭയിൽ പ്രവേശിപ്പിക്കാൻ, നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്ന കാര്യം അസാധ്യമാണെന്നും അത് പാർട്ടിയുടെ മെമ്പറല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് നിയമസഭയിൽ പങ്കെടുക്കാൻ പറ്റുന്നത്, നിയമപരമായിട്ടല്ല അവരുടെ ധാർമ്മികതയൊക്കെ അവർ വിളമ്പി. ആദ്യം അതോടൊപ്പം തീരുമാനം എടുത്തിരിക്കുന്ന സണ്ണി ജോസഫ് ഇത് അനൗൺസ് ചെയ്യുമ്പോൾ പാർട്ടി ഒറ്റക്കെട്ടായെടുത്ത തീരുമാനം ആണെന്ന് പറയുന്നു. കൂടാതെ VD സതീശൻ പറയുന്നു പാർട്ടി ഒറ്റക്കെട്ട് എടുത്ത തീരുമാനമാണെന്ന് പറയുന്നു. അയാളെ ഒഴിവാക്കണമെന്നുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ പലരും പറയുമ്പോൾ ഇവിടെ ഏറ്റവും വലിയ ഗെയിം കളിച്ചിരിക്കുന്നത് രണ്ടുപേരാണ്. ഒന്ന് ഷാഫി പറമ്പിലും ഈ സണ്ണി ജോസഫും. സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് വ്യക്തമായൊരു നിലപാട് ഇതുവരെ ഒരു കാര്യത്തിലും പറഞ്ഞിട്ടില്ല. ആരാണ് സണ്ണി ജോസഫിനെ VD സതീശനും രമേശ് ചെന്നിത്തലയെ പോലുള്ളവർക്ക് എതിരായിട്ട് ഒരു ധ്രുവീകരണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്? എനിക്ക് മനസ്സിലാക്കുന്നത് വലിയൊരു ലോബി, അത് ഈ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള കാര്യം കൈകാര്യം ചെയ്യുന്ന വലിയൊരു ലോബി ഗൾഫ് ആസ്ഥാനമായിട്ട് ഷാഫി പറമ്പലിനെ പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് നടക്കുന്ന ഒരു നാടകം ഇതിന് പിന്നിലുണ്ടോ എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴും VD സതീശൻ പറയുന്നത് എന്താണ്? ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് എടുത്ത തീരുമാനമാണ്, ഇതിലും ശക്തമായ തീരുമാനത്തിലേക്കാണ് ഞങ്ങൾ നീങ്ങിയത്. പക്ഷേ ഇപ്പോഴെടുത്ത തീരുമാനം, ഇതിൽ ശക്തമായ തീരുമാനം എടുക്കാനായിട്ടാണ് എല്ലാവരുടെ അഭിപ്രായമെങ്കിലും ഇപ്പോഴെടുത്ത തീരുമാനം ഒറ്റക്കെട്ടാണെന്ന് പറയുമ്പോൾ ഈ ഒറ്റക്കെട്ട് എന്നുള്ള വാക്കിന് ഇനി ഇവർക്ക് പറയാൻ എന്ത് അവകാശമാണുള്ളത്? കേരളത്തിലെ ജനങ്ങളെ മാത്രമല്ല, അവശേഷിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ പോലും ഇവർ നിരാശരാക്കുകയല്ലേ ചെയ്യുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തന്നെയുമല്ല, ഇപ്പൊ ഏറ്റവും ഒടുവിൽ വെളിവ് വന്നിരിക്കുന്നതനുസരിച്ച് ഇയാൾ ചെയ്തിരിക്കുന്ന കൊടും ക്രൂരകൃത്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് മാത്രമല്ല, കേരളത്തിലെ സ്ത്രീ ജനങ്ങൾക്ക് തന്നെ അപമാനവും അവഹേളനവും ഭയാനകവുമാണ്. അതല്ലേ KC വേണുഗോപാലിന്റെ ഭാര്യ പറഞ്ഞത്, ഇയാളെ ഭയന്നിട്ട് സ്ത്രീകൾക്ക് ഇപ്പം പുറത്തിറങ്ങാൻ പോലും പറ്റത്തില്ല എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തിന്, അങ്ങനെയുള്ള ഒരു MLA നിയമസഭയിൽ പ്രവേശിപ്പിക്കുന്നതിന് തെറ്റില്ല എന്ന് പറയുമ്പോൾ ഇവർ ഉത്തരം പറയേണ്ട കേരളത്തിലെ ജനസമൂഹത്തിനോടല്ലേ, കേരളത്തിലെ പൊതുസമൂഹത്തിനോടല്ലേ ഇവർ മറുപടി പറയേണ്ടത്? ഇവർ ആരെയാണ് സംരക്ഷിക്കുന്നത്? അതിൽ നമുക്ക് മനസ്സിലാകാത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത്, കേരളത്തിലെ നിയമസഭയിലാണ് ജനങ്ങളാ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് ഇപ്പോൾ അവർ ന്യായം പറയുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുത്തത് ഒരു പെൺവാണി വിഭാഗക്കാരനാണോ? ജനങ്ങൾ ഈ കഥകൾ അറിയാതുകൊണ്ടാണ് ഇയാളെ തെരഞ്ഞെടുത്തത്. ഇയാളെ തെരഞ്ഞെടുത്തതിന് ശേഷം ജനസമൂഹത്തിന് മുമ്പിൽ തങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച MLA ഒരു തരത്തിലും പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാനും പോലും യോഗ്യനല്ലാത്ത ഒരു പെൺവേട്ടക്കാരനാണെന്നുള്ളവരും ജനങ്ങൾ വോട്ടെടുപ്പിന് ശേഷമല്ല അറിയുന്നത്. നിയമസഭ പ്രവേശം 6 മാസങ്ങൾക്ക് ശേഷം അറിയുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവർ ജനങ്ങളെ തെരഞ്ഞെടുത്ത് പറയുന്നത്? അത് കേരളത്തിലെ ജനങ്ങളെ, പാലക്കാട് വോട്ടർമാരോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപമാനമല്ലേ, അവഹേളനമല്ലേ? അല്ലെങ്കിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഒരു പുറത്ത് പറയേണ്ടത്, ഞങ്ങളൊരു ആളെ അവതരിപ്പിക്കുന്നു, അയാളൊരു സ്ത്രീ വേട്ടക്കാരനാണ്, പല സ്ത്രീകളെയും അയാൾ ജീവിതം തകർത്തിട്ടുണ്ട്, പലർക്ക് പുറത്തിറങ്ങാൻ മേലാത്ത രീതിയിൽ ട്രോമയിലാണ്, ഗർഭചിത്രത്തിനായി പ്രേരിപ്പിച്ച ആളാണ്, ആ മരണത്തിന്റെ വക്കിൽ നിന്നാണ് പെൺകുട്ടികൾ ജീവിച്ചിരിക്കുന്നത് എന്നെന്തുകൊണ്ട് ഇവർ പറഞ്ഞില്ല? അപ്പൊ ഇതിനൊരു കാര്യം വളരെ വ്യക്തമായില്ലേ? വോട്ട് ചെയ്ത് ജനങ്ങളോട് പോലും ഒരു ഉത്തരവാദിത്വമില്ല. ഇയാളെ വോട്ട് ചെയ്ത് ജനങ്ങളാണെന്ന് പറയുമ്പോൾ ഈ പെൺവാണിഭക്കാരനാണോ, ഈ പെൺവേട്ടക്കാരനാണോ ജനങ്ങൾ വോട്ട് ചെയ്തത്? ആ ഒരു ചോദ്യം പാലക്കാട് വോട്ടർമാരോടല്ലേ ഇവർ ചോദിക്കേണ്ടത്? അല്ല, കാരണം അവർക്ക് അറിയത്തില്ല ഇയാൾ ഇങ്ങനെ ഒരാളാണെന്നുള്ളവരും. അപ്പൊ കേരളത്തിലെ ചരിത്രത്തിൽ
ഒരുപക്ഷെ രാജ്യത്തിന്റെ ചരിത്രത്തിലായിട്ട് കോൺഗ്രസ് ഇയാളെ നിയമസഭയിൽ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഒരു ന്യായീകരണം ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ നമുക്കറിയാം താങ്കൾ പറഞ്ഞ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഈ വിഷയമുണ്ടായി, അതായത് ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുന്നു, രാജിവെപ്പിക്കുന്നു. അതിന് പിന്നാലെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി എന്ന് മാധ്യമങ്ങളെ സണ്ണി ജോസഫ് അറിയിക്കുകയും ചെയ്യുന്നു. അതിന് പിറ്റേന്ന് വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞൊരു വാചകമാണ് കേരളം ഒരുപക്ഷെ ഒരിക്കൽ കൂടി കേൾക്കേണ്ടി വരിക എന്ന് തോന്നുന്നു. ഹൃദയവേദനയോടുകൂടിയാണ് സഹപ്രവർത്തകനെതിരെ നടപടി എടുത്തത് എന്നുള്ളതാണ്. ഹൃദയവേദന ഏത് വിഷയത്തിലാണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 6 വനിതകൾ വലിയ തരത്തിൽ പീഡിപ്പിച്ചുവെന്ന്, 2 വനിതകളുടെ ഗർഭചിത്രം നടത്തി എന്ന് പറയുന്ന ഒരു സ്ത്രീ പീഡകനെ, ഒരു വേട്ടക്കാരനെതിരെ നടപടിയെടുത്തപ്പോൾ എങ്ങനെ നടപടിയെടുത്തു? അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാത്രം മാറ്റി നിർത്തുന്നു, MLA സ്ഥാനം തുടരുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരാണിനെ ഒഴിവാക്കിയപ്പോൾ ഹൃദയവേദന ഉണ്ടാകുന്നു. ബാക്കി 6 പെൺകുട്ടികൾ, അവരുടെ കുടുംബം, ആ പെൺകുട്ടികൾക്കുണ്ടായ ഗർഭചിത്രം അടക്കമുണ്ടായ ഇപ്പോഴും കടന്നുപോകുന്ന മാനസികമായ അവസ്ഥകൾ, വല്ലാത്ത മെൻ്റൽ ട്രോമ, ഇതൊന്നും ഒരു വേദനയും വി.ഡി. സതീശൻ ഉണ്ടാക്കുന്നില്ല. ആ വേട്ടക്കാരനെ നടപടിയെടുത്തപ്പോൾ, പേരിന് വേണ്ടി നടപടിയെടുത്തപ്പോൾ ഹൃദയവേദന ഉണ്ടാകുന്നു. വി.ഡി. സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ്, ആ പാർട്ടി അങ്ങനെ തന്നെ ജനങ്ങളുടെ മുമ്പിൽ നാണം കെട്ടി നിൽക്കുകയല്ലേ? ഹൃദയവേദന അതെന്താണെന്നറിയോ സുജി, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയം പുറത്തു വന്നപ്പോൾ ആദ്യം ഇത് വെളിയിൽ കൊണ്ടുവന്നത് റിനി ജോർജ് എന്ന് പറയുന്ന നടി അന്ന് പറഞ്ഞൊരു അനൗൺസ്മെന്റ് ഉണ്ട് പത്രക്കാരുടെ മാധ്യമങ്ങളോട്. എന്താ പറഞ്ഞേ, ഞാൻ എന്റെ പിതാവിനെ പോലെ കാണുന്ന വി.ഡി. സതീശൻ എന്റെ കുടുംബ സുഹൃത്താണ്, ഞാൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള ഒരു വോട്ടറാണ്. അദ്ദേഹത്തിനോട് 3.5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ രീതിയിൽ അശ്ലീലപരമായിട്ടുള്ള മെസ്സേജുകൾ അയക്കുകയും തന്നെ വലിയ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്തതിനെതിരെ പരാതി പലതവണ കൊടുത്തിരുന്നു. അങ്ങനെ കൊടുത്തിരുന്നു എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ വാക്കുകൾ ശരിയാണെന്നുള്ളത്, അത് ശരിയാണെന്നുള്ള അങ്ങനെ ഈ പ്രതിപക്ഷം അംഗീകരിച്ചു. ഞാൻ എന്റെ മകളെ പോലെ കാണുന്ന ഒരു പെൺകുട്ടിയാണ്, ആ പെൺകുട്ടി എന്റെ അടുത്ത് പരാതി നൽകി. അപ്പോൾ ഒരു ചോദ്യം അവിടെ വരുവാണ്, അങ്ങനെ പരാതി നിരന്തരമായിട്ട് നൽകിയ ഇയാളെ മകളെ പോലെ കാണുന്ന ഒരു പെൺകുട്ടി പരാതി നൽകിയിട്ട് എന്തുകൊണ്ടാണ് പിന്നെ അയാളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിച്ചത്? പിന്നെ എന്തിനാണ് അയാളെ പാലക്കാട് അടിച്ചേൽപ്പിച്ച് MLA ആക്കിയത്? അത് വി.ഡി. സതീശൻ മറുപടി പറയണ്ടേ? അപ്പൊ വി.ഡി. സതീശന് 7ഓളം പെൺകുട്ടികളുടെ ജീവിതം തുലച്ചു കളഞ്ഞാൽ അത് യാതൊരു ഹൃദയവേദനയില്ല. തന്റെ മകളെ പോലെ കാണുന്ന പെൺകുട്ടിയെ നശിപ്പിച്ചതിന് യാതൊരു ഹൃദയവേദനയില്ല. അപ്പൊ അതാണ് പറഞ്ഞത്, വ്യാജ ഹൃദയവേദനയാണ് പിന്നെ വി.ഡി. സതീശൻ. അതാണ് ഞാൻ പറഞ്ഞത്, അസാധാരണമായ ഒരു സംഭവം, എന്താ പറയാ, വിചിത്രമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളത്തിലെ ഈ കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ ജനം എഴുതി തള്ളുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കും? കേരളത്തിലെ സ്ത്രീ സമൂഹം, കേരളത്തിലെ പൊതുബോധത്തെ പോലും അപമാനിച്ചുകൊണ്ട് സുരക്ഷിതമായ ഒരു കേരളത്തിലേക്ക് മുമ്പോട്ട് നയിക്കുമ്പോൾ, ഒരു സർക്കാർ നയിക്കുമ്പോൾ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കാനായിട്ട് സ്വാഭാവികമായിട്ടും അതിനനുകൂലമായിട്ട് പ്രതികരിക്കേണ്ട ഒരു കോൺഗ്രസ് സ്ത്രീകളെ വേട്ടയാടുന്നവരെ സംരക്ഷിച്ച് നിയമസഭയിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി അസാധാരണമായ, നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു യാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ പറയണ മുഴുവൻ ജൽപ്പനങ്ങളാണ്. അതാണ് ഞാൻ KPCC പ്രസിഡന്റിനെ കൂട്ടിയത്. KPCC പ്രസിഡന്റ് 3 തവണയാണ് ഇപ്പോൾ അഭിപ്രായം മാറ്റിയിരിക്കുന്നത്. എന്തൊരു KPCC പ്രസിഡന്റാണ് സണ്ണി ജോസഫ്? ഇവർ തമ്മിൽ ഉള്ള ഈ ചക്കളത്തി പോരാട്ടം, ആർക്കോ വേണ്ടി ഏതോ ഒരു ലോബി ഇവരുടെ പിന്നിൽ ഈ പ്ലേ എല്ലാം നടത്തുന്നത് കേരളത്തിലെ വിവേകശാലികളിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ല സിജു. അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, വി.ഡി. സതീശനാണ് ഇതിനകത്ത് ഒന്നാമത്തെ കുറ്റവാളി. പരാതികൾ ലഭിച്ചിട്ടും ഇയാളെ സ്ഥാനമാനങ്ങൾ കൊടുത്ത് അലങ്കരിച്ച കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ ജനങ്ങളോടും അദ്ദേഹത്തിന്റെ വോട്ടർമാരോട് മറുപടി പറയും. ആ മറുപടി കേരളത്തിലെ ജനങ്ങൾ ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ്.